I'm Shani. Welcome back to my channel, Fane Max Classes. അപ്പോൾ ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ പഠിക്കാൻ പോകുന്നത് ഒരു പുതിയ ചാപ്റ്റർ ആണ്. 9th ചാപ്റ്റർ ആൾജിബ്രിക് എക്സ്പ്രഷൻസ് ആൻഡ് ഐഡന്റിറ്റീസ് എന്നുള്ള ചാപ്റ്ററിന്റെ ഇൻട്രൊഡക്ഷൻ വീഡിയോ ആണ് ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ പഠിക്കുന്നത്. ഓക്കെ, അപ്പൊ നിങ്ങൾ വിചാരിക്കും മാം ഇപ്പൊ 8th ചാപ്റ്റർ ആണല്ലോ പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്, എന്താണ് നേരെ 9th ചാപ്റ്ററിൽ വന്നിരിക്കുന്നതെന്ന്. ഓക്കെ, അപ്പൊ ഇതിന്റെ ഇൻട്രൊഡക്ഷൻ വീഡിയോസ് ചെയ്യാനായിട്ട് കമന്റിലുണ്ടായിരുന്നു. സോ അതുകൊണ്ടാണ് ഞാൻ ആൾജിബ്രിക് എക്സ്പ്രഷൻസ് ആൻഡ് ഐഡന്റിറ്റീസ് ചാപ്റ്ററിന്റെ ഇൻട്രൊഡക്ഷൻ ആയിട്ട് വന്നിരിക്കുന്നത്. ഓക്കെ, ആ ചാപ്റ്റർ എടുത്തു വരാനും ഉണ്ടായിരുന്നു, പക്ഷെ നമ്മളിപ്പോൾ 8th ചാപ്റ്റർ ചെയ്തുകൊണ്ടിരിക്കുകയല്ലേ, അതുകൊണ്ട് അത് ഫിനിഷ് ചെയ്തിട്ടേ നമുക്ക് ഈ ഒരു ചാപ്റ്റർ എടുക്കാൻ പറ്റുള്ളൂ. അപ്പം ഞാൻ വിചാരിച്ചു ഇൻട്രൊഡക്ഷൻ ചെയ്യാമെന്ന്. ഓക്കെ, ക്ലിയർ? അപ്പം ഇൻട്രൊഡക്ഷൻ എങ്കിലും ചെയ്തു തരണമെന്നുണ്ടായിരുന്നു, അതുകൊണ്ടാണ് ഇൻട്രൊഡക്ഷനുമായിട്ട് വന്നിരിക്കുന്നത്. അപ്പം ഇത് ഈ ഒരു ഇൻട്രൊഡക്ഷൻ വീഡിയോ നിങ്ങൾ കണ്ടുപിടിക്കുമ്പോഴത്തേക്ക് ഓൾമോസ്റ്റ് ആ ഒരു ചാപ്റ്ററിൽ എന്തൊക്കെയാണ് ഉള്ളതെന്നുള്ളത് നിങ്ങൾക്ക് കൃത്യമായിട്ട് മനസ്സിലാവും. ഓക്കെ, അപ്പോൾ ഇനി എന്താണ് അടുത്ത് നമ്മൾ ചെയ്യേണ്ടത്? സബ്സ്ക്രൈബ് ചെയ്യാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കുക, അതോടൊപ്പം തന്നെ ആ ബെലൈക്കൻ കൂടി ഹിറ്റ് ചെയ്യുക. പിന്നെ എന്താണ് ചെയ്യേണ്ടത്? വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യാനായിട്ട് മറന്നു പോകരുത്. ഓക്കെ, അപ്പൊ നമുക്ക് ഇന്നത്തെ ക്ലാസ്സിലോട്ട് പോകാം. ഇന്നത്തെ ക്ലാസ്സിൽ അപ്പൊ നമ്മൾ പഠിക്കുന്നത് ഒരു ന്യൂ ചാപ്റ്റർ ആണ്, നമ്മുടെ 9th ചാപ്റ്റർ. ഓക്കെ, അപ്പൊ എന്താണ് ഈ 9th ചാപ്റ്ററിൽ ഉള്ളതെന്ന് നമുക്കൊന്ന് കണ്ടു നോക്കാം. അപ്പം നമ്മുടെ പേര് പറഞ്ഞിരിക്കുന്നത് എന്താണ്? ആൾജിബ്രിക് എക്സ്പ്രഷൻസ് ആൻഡ് ഐഡന്റിറ്റീസ് എന്നാണ് നമ്മുടെ ചാപ്റ്ററിന്റെ നെയിം, അല്ലേ? അപ്പൊ എന്താ ഈ ആൾജിബ്രിക് എക്സ്പ്രഷൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ഫസ്റ്റ് നമ്മൾ അറിയണ്ടേ, അല്ലെ? എന്നിട്ട് വേണ്ടേ നമ്മൾ ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ അറിയാനായിട്ട്. എന്താ ഈ ആൾജിബ്രിക് എക്സ്പ്രഷൻസ്? പറഞ്ഞുതരാട്ടോ. അതായത് എക്സ്പ്രഷൻസ് ആർ ഫോംഡ് ഫ്രം വേരിയബിൾസ് ആൻഡ് കോൺസ്റ്റന്റ്സ്. അതാണ് എന്തെന്ന് പറയുന്നത്? നമ്മുടെ ആൾജിബ്രിക് എക്സ്പ്രഷൻസ് എന്ന് പറയുന്നത്. എക്സ്പ്രഷൻസ് ആർ ഫോംഡ് ഫ്രം എന്താണ്? വേരിയബിൾസ് ആൻഡ് കോൺസ്റ്റന്റ്സ്. ഇതിനെയാണ് നമ്മൾ ആൾജിബ്രിക് എക്സ്പ്രഷൻസ് എന്ന് പറയുന്നതെന്നൊക്കെ പറഞ്ഞു. ഇനിയിപ്പോൾ ഇങ്ങനെ എഴുതിയെന്ന് വെച്ചിട്ട് നിങ്ങൾക്ക് ഒന്നും മനസ്സിലാകാൻ പോകുന്നില്ല എന്ന് എനിക്കറിയാം, എന്നാലും ഞാനതിനൊരു ഡെഫിനിഷൻ പറഞ്ഞു തരണ്ടേ, അതുകൊണ്ട് പറഞ്ഞു തന്നു എന്ന് മാത്രമേ ഉള്ളൂ. ഓക്കെ, അപ്പൊ എന്തായിരുന്നു? എക്സ്പ്രഷൻസ് ആർ ഫോംഡ് ഫ്രം വേരിയബിൾസ് ആൻഡ് കോൺസ്റ്റന്റ്സിനെയാണ് ഞാൻ പറഞ്ഞു ആൾജിബ്രിക് എക്സ്പ്രഷൻസ് എന്ന് പറയുന്നത്. അപ്പൊ ഇത് ഞാൻ കാണിച്ചു തരാം, അല്ലെ? അതാണ് ഏറ്റവും നല്ലത്. അപ്പൊ ഇവിടെ നോക്കിക്കോ, എങ്ങനെയാണ്? ഇവിടെ നോക്കിക്കേ, ഈ 4x കണ്ടോ, ഇതിനെ നമുക്ക് എന്തെന്ന് വിളിക്കാം? ആൾജിബ്രിക് എക്സ്പ്രഷൻ എന്ന് നമുക്ക് വിളിക്കാം. ഓക്കെ, കണ്ടോ, ഇപ്പൊ ഇവിടെ കോൺസ്റ്റന്റ് ഉണ്ട്, വേരിയബിളും ഉണ്ട്, അല്ലെ? അപ്പൊ ഇത് രണ്ടും കൂടി ചേർന്നതിനെ നമുക്ക് എന്തെന്ന് വിളിക്കാം? ആൾജിബ്രിക് എക്സ്പ്രഷൻസ് എന്ന് വിളിക്കാം. അപ്പൊ നിങ്ങൾ ചോദിക്കും, ഈ 4 ഇതും എന്താണ്? ഒരു എക്സ്പ്രഷൻ തന്നെയാണ്, പക്ഷെ അത് എന്ത് എക്സ്പ്രഷൻ ആണ്? ന്യൂമറിക്കൽ എക്സ്പ്രഷൻ ആണ്. മനസ്സിലായോ? നമ്പർ മാത്രം ഉള്ളതിനെ നമ്മൾ എന്തെന്ന് പറയും? ന്യൂമറിക്കൽ എക്സ്പ്രഷൻ എന്ന് നമ്മൾ പറയും. ഓക്കെ, പക്ഷേ വേരിയബിൾസും കോൺസ്റ്റന്റ്സും കൂടി വരുന്നതിനെ നമ്മൾ എന്താണ് പറയുന്നത്? ആൾജിബ്രിക് എക്സ്പ്രഷൻസ്. മനസ്സിലായോ? ഇനിയിപ്പോ ഈ 4x is equal to 6 എന്ന് വന്നിരിക്കാം, അല്ലെ? അല്ലെങ്കിൽ 4x is equal to 8 എന്ന് വന്നിരിക്കാം. അപ്പോൾ ഇതിനെ എന്താ നമ്മൾ പറയും? ഇക്വേഷൻ എന്ന് വിളിക്കും. നമ്മൾ ഇതിനെ എന്തെന്നാ വിളിക്കുന്നത്? ഇക്വേഷൻ. എന്തുകൊണ്ട് ഇതിനെ നമ്മൾ ഇക്വേഷൻ എന്ന് വിളിക്കാൻ കാരണം ഇതിനകത്ത് എന്ത് വന്നിട്ടുണ്ട്? ഈക്വൽ സൈൻ വന്നിട്ടുണ്ട്, അല്ലെ? അപ്പൊ അങ്ങനെ ഈക്വൽ സൈൻ ഉള്ള എക്സ്പ്രഷൻസ് ആകുമ്പോൾ നമ്മൾ അതിനെ ഇക്വേഷൻ എന്ന് നമ്മൾ വിളിക്കും. ബട്ട് നമ്മളിതേ ഇത് രണ്ടും മാത്രമായിട്ട് വരുമ്പോഴത്തേക്ക് നമ്മൾ അതിനെ എന്താ വിളിക്കുന്നത്? ആൾജിബ്രിക് എക്സ്പ്രഷൻസ്. ഡിഫറൻസ് മനസ്സിലായോ? അപ്പൊ ഈ ഈക്വൽ സൈൻ ഒക്കെ വന്നിട്ട് ഇതേപോലെ വരുന്നതിനെ നമ്മൾ ഇക്വേഷൻ എന്ന് വിളിക്കും. ഈക്വൽ സൈൻ ഇല്ലാതെ ഇങ്ങനെ എഴുതുന്നതിന് നമ്മൾ എന്തെന്ന് പറയും? ആൾജിബ്രിക് എക്സ്പ്രഷൻസ് എന്ന്. അപ്പൊ തിരിഞ്ഞു പോയില്ലല്ലോ, കൺഫ്യൂഷനും ഇല്ലല്ലോ. ക്ലിയർ? അപ്പൊ ആൾജിബ്രിക് എക്സ്പ്രഷൻസ് എന്താണെന്ന് മനസ്സിലായേ? വേരിയബിൾസും കോൺസ്റ്റന്റ്സും കൂടി ചേർന്നതാണ് ആൾജിബ്രിക് എക്സ്പ്രഷൻസ് എന്ന് പറയുന്നത്. ക്ലിയർ? ഇനി നമുക്ക് അടുത്ത ടോപ്പിക് പഠിക്കാമല്ലോ. അടുത്ത ടോപ്പിക് എന്താണെന്ന് അറിയാം? നമ്മുടെ ടേംസ്. ഓക്കെ, അപ്പൊ അതെന്താണെന്ന് ഞാൻ പറഞ്ഞുതരാം. അപ്പൊ ഇതാണ് നമ്മുടെ എന്തെന്ന് പറയുന്നേ?
ടേംസ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ ഈ ടേംസിനെ പറ്റിയാണ് ഇനി നമ്മൾ പഠിക്കാൻ പോകുന്നത്. ടേംസ് 2 ടൈപ്സ് ഉണ്ട്. എന്തൊക്കെയാണ്? ലൈക്ക് ടേംസ്, അടുത്തത് എന്താണ്? അൺലൈക്ക് ടേംസ്. ഓക്കെ, അപ്പൊ ഈ 2 ടൈപ്പ് ഉണ്ട് ടേംസ്. എന്തൊക്കെയാണ്? ലൈക്ക് ടേംസ്, അൺലൈക്ക് ടേംസ്. അങ്ങനെ 2 ടൈപ്സ് ഓഫ് ടേംസ് ആണ് നമുക്കുള്ളത്. പക്ഷേ അതിന് മുമ്പായിട്ട് കുറച്ച് നേരമായിട്ട് ഞാൻ ഇവിടെ ടേംസ് എന്ന് പറയും. എന്താ ഈ സംഭവം? അതല്ലേ ഇപ്പൊ അവിടെ ഇരുന്ന് ആലോചിക്കുന്നേ. അപ്പൊ ഞാൻ ഫസ്റ്റ് എന്ത് പറഞ്ഞുതരാം? ടേംസ് എന്താണെന്ന് പറഞ്ഞുതരാം. അതിനുശേഷം നമുക്ക് ലൈക്ക് ടേമും അൺലൈക്ക് ടേംസും എന്താണെന്ന് പഠിക്കാം. ഓക്കെ, ക്ലിയർ ആണല്ലോ? അപ്പൊ ഞാൻ ടേംസ് എന്താണെന്ന് പറഞ്ഞു തരട്ടെ. അപ്പൊ നമുക്ക് ടേംസ് എന്താണെന്ന് പറഞ്ഞുതരാം അല്ലെ. അപ്പൊ ടേംസ് എന്ന് പറയുമ്പോഴത്തേക്ക് ഈ 4 ഇതെന്ന് പറയുന്നത് എന്താണ്? ഈ 4ല് ഒരൊറ്റ ടേമേ ഉള്ളൂ. ഓക്കെ, 1 ടേം ആണ് 4ലുള്ളത്. ഇനിയിപ്പോ അടുത്തത് 5x + 2. ഇവിടെ നോക്കിക്കേ, ഇവിടെ ഇപ്പൊ എത്ര ടേംസ് ഉണ്ട്? ഇത് ഒരു ടേം. അടുത്ത എന്താണ്? ഇത് രണ്ടാമത്തെ ടേം. അപ്പൊ നമുക്ക് ഇവിടെ എത്ര ടേംസ് ഉണ്ടെന്ന് പറയാം? 2 ടേംസ് ഉണ്ടെന്ന് നമുക്ക് പറയാം. കണ്ടോ? അടുത്തത് 9x. ഇവിടെ നോക്കിക്കേ, 9x ആണ്. ഇവിടെ എത്ര ടേംസ് ഉണ്ട്? ഓൺലി 1 ടേം. അതായത് ഇപ്പൊ ഇവിടെ മൾട്ടിപ്ലിക്കേഷൻ ആണ് അല്ലേ വന്നിരിക്കുന്നത്. 9 × x ആണ് 9x എന്ന് പറയുന്നത്. അപ്പൊ ഇവിടെ ഇങ്ങനെ മൾട്ടിപ്ലൈ ചെയ്തിട്ടാണ് ഇവിടെ ഒരുമിച്ചെടുത്ത് എഴുതിയിരിക്കുന്നത്. അപ്പൊ ഇതിന് നമുക്ക് എത്രയായിട്ടാണ് കണക്കാക്കേണ്ടുള്ളത്? 1 ടേം ആയിട്ടാണ് നമ്മൾ കണക്കാക്കേണ്ടുള്ളത്. ഇപ്പൊ ടേംസ് നോക്കുന്നത് എങ്ങനെയാന്ന് മനസ്സിലായി? അടുത്തത് ഇപ്പൊ ഇങ്ങനെ കിടക്കുക 9x/3. കണ്ടോ? ഇപ്പൊ ഇവിടെ ഡിവിഷൻ ആണ് വന്നിരിക്കുന്നത്. അപ്പൊ ഇതും എത്ര ടേംസ് ആണുള്ളത്? ഒരൊറ്റ ടേം ആണുള്ളത്. അപ്പൊ ഇങ്ങനെ ഞാൻ എഴുതിയപ്പോ നിങ്ങൾക്ക് എന്താ മനസ്സിലായത്? അതായത് ഇനി ഒരു കാര്യം കൂടെ എഴുതി കാണിക്കാനുണ്ടായിരുന്നു. 6x - 2x ഇങ്ങനെ കിടക്കുക. നോക്കിക്കേ, അപ്പൊ ഇവിടെ എത്ര ടേംസ് ആ ഉള്ളത്? 2 ടേംസ്. ഏതൊക്കെയാ? ഒന്ന് 6x, ഒന്ന് 2x. അപ്പൊ ഇവിടെ എന്തുണ്ട്? 2 ടേംസ് ആണ് ഇവിടെയും ഉള്ളത്. കണ്ടോ? അപ്പൊ ഇപ്പൊ നിങ്ങൾക്ക് ഈ ഒരു കാര്യം ഞാൻ എഴുതി കാണിച്ചത് കണ്ടപ്പോഴത്തേക്ക് നിങ്ങൾക്ക് എന്താ ഇതിൽ നിന്ന് മനസ്സിലായത്? അതായത് നമ്മൾ നോക്കിയപ്പോൾ ഒരു കാര്യം നമുക്ക് മനസ്സിലായി. ഇവിടെ പ്ലസ് വന്നപ്പോഴും മൈനസ് വന്നപ്പോഴും ഞാൻ 2 ടേംസ് എന്നാണ് എഴുതി കാണിച്ചത്. അതിന് എന്താ കാരണം എന്നറിയാവോ? ഈ പ്ലസും മൈനസും വരുമ്പോഴാണ് ടേമുകൾ തമ്മിൽ സെപ്പറേറ്റ് ആയിട്ട് മാറുന്നത്. അതായത് നമ്പേഴ്സ് തമ്മിൽ സെപ്പറേറ്റ് ആയിട്ട് മാറുന്നത്. ഇനി ഇപ്പൊ ടേംസ് എന്ന് പറഞ്ഞിട്ട് മനസ്സിലാവുന്നില്ല എന്ന് വിചാരിക്കേണ്ട, അല്ല മനസ്സിലാവാതെ ഇരിക്കേണ്ട. അതായത് നമ്പേഴ്സ്, അതായത് ഈ 5x എന്ന് പറയുന്ന ഒരു നമ്പറാണ്, 2 എന്ന് പറയുന്നത് അടുത്തൊരു ടേം ആണ്. ഓക്കെ, അപ്പൊ ഇത് രണ്ടും കൂടി സെപ്പറേറ്റ് ചെയ്തത് എന്ത് വന്നപ്പോഴാണ്? നടുക്ക് പ്ലസ് സൈൻ വന്നപ്പോഴാണ് അല്ലേ. അതേപോലെ തന്നെ ഇവിടെ നമ്മള് 6x - 2x ഇവിടെ ഞാൻ 2 ടേംസ് എന്നാണ് പറഞ്ഞത്. അപ്പൊ ഇവിടെ നോക്കിക്കേ, ഇവിടെയും ഒരു ടേമും ഇത് നമ്മൾ അടുത്ത ടേമും ആണെന്ന് പറഞ്ഞു. അപ്പൊ അതെങ്ങനെ 2 ടേം ആയിട്ട് എടുക്കാൻ കാരണം എന്താണ്? നടുക്ക് നമ്മൾ മൈനസ് വന്നപ്പോഴാണ് അങ്ങനെ ചെയ്തത്. അപ്പൊ നമുക്ക് എന്ത് മനസ്സിലായി? പ്ലസ് സൈനും അതേപോലെ മൈനസ് സൈനും വരികയാണെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യൂന്ന് മനസ്സിലായി? ടേമുകൾ തമ്മിൽ സെപ്പറേറ്റ് ആകൂന്ന് നമുക്ക് മനസ്സിലായി. പിടികിട്ടിയോ? അപ്പൊ എന്താ വേണ്ടുള്ളത്? പ്ലസും മൈനസും വന്നു കഴിഞ്ഞാൽ, അതായത് ടേംസുകളുടെ ഇടയ്ക്ക് പ്ലസും മൈനസും വന്നു കഴിഞ്ഞാൽ എന്താണ്? അത് തമ്മിൽ സെപ്പറേറ്റ് ആവുമെന്ന് നമുക്ക് മനസ്സിലായി. ഓക്കെ, അതുകൊണ്ടാണ് ഇവിടെ 5x-നെ ഞാൻ ഒരു ടേം ആയിട്ടും 2-നെ ഞാൻ അടുത്ത ടേമുമായിട്ടും എടുത്തത്. ഇപ്പൊ പിടികിട്ടിയോ? അങ്ങനെയാണ് നമ്മൾ ഇവിടെ 2 ടേംസ് എന്ന് എഴുതിയത്. അതേപോലെ തന്നെ ഇവിടെ ഇതും നമ്മൾ ഒരു ടേം ആയിട്ട് എടുത്തു, അടുത്തത് ഇത് നെക്സ്റ്റ് ടേം ആയിട്ട് എടുത്തു. എന്താ കാരണം? ഇടയ്ക്ക് മൈനസ് സൈൻ വന്നു. കണ്ടോ? അപ്പൊ ഈ ഒരു എക്സാമ്പിളിൽ നിന്ന് തന്നെ മനസ്സിലാക്കാവുന്നതേ ഉള്ളൂ. പ്ലസ് സൈനും മൈനസ് സൈനും വരികയാണെന്നുണ്ടെങ്കിൽ ടേമുകൾ തമ്മിൽ എന്താകും? സെപ്പറേറ്റ് ആകും. ക്ലിയർ ആണ്? ഇനി അടുത്ത കാര്യം പറഞ്ഞു തരട്ടെ.
അതായത് ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ 9x എന്നുള്ളത് 1 ടേം ആയിട്ടാണ് എഴുതിയത്. അവിടെ ഞാൻ സെപ്പറേറ്റഡ് ആയിട്ട് അല്ലെങ്കിൽ 9 എന്ന് പറയുന്നത് ഒരു ടേം ആണ്, x എന്ന് പറയുന്നത് അടുത്ത ടേം ആണ് എന്നല്ല ഞാൻ പറഞ്ഞത്. പകരം എന്താ പറഞ്ഞത്? ഈ 9x എന്ന് പറയുന്നത് ഒരൊറ്റ ടേം ആണെന്നാണ് പറഞ്ഞത്. അതേപോലെ തന്നെ 9x/3 ഇതിനെ ഞാൻ എന്താ പറഞ്ഞത്? ഒരൊറ്റ ടേം ആണെന്നാണ് ഞാൻ പറഞ്ഞത്. അല്ലാതെ ഞാൻ പറഞ്ഞോ ഈ 9x എന്ന് പറയുന്നത് ഒന്നും അടുത്ത 3 എന്ന് പറയുന്നത് വേറൊന്നും ആണെന്ന് ഞാൻ പറഞ്ഞോ? ഇല്ലല്ലോ. ഞാൻ എന്താ പറഞ്ഞത്? ഈ 9x/3 എന്ന് പറയുന്നത് ഒരൊറ്റ ടേം ആണെന്നാണ് ഞാൻ പറഞ്ഞു തന്നത്. അപ്പൊ ഇതിൽ നിന്ന് നമുക്ക് എന്ത് മനസ്സിലാക്കാം? മൾട്ടിപ്ലിക്കേഷനും മൾട്ടിപ്ലിക്കേഷനും അതേപോലെ ഡിവിഷനും വരുമ്പോൾ എന്താകുന്നില്ല? സെപ്പറേറ്റ് ആകുന്നില്ല അല്ലെ? സെപ്പറേറ്റ് ആകുന്നില്ല. അതാണല്ലേ അവിടെ സംഭവിച്ചത്. കണ്ടോ? നമുക്ക് സെപ്പറേറ്റ് ടേംസുകൾ തമ്മിൽ സെപ്പറേറ്റ് ആകുന്നില്ല. പകരം നമ്മൾ അതിനെ ഒരൊറ്റ ടേം ആയിട്ടാണ് കണക്കാക്കുന്നത്. ഇപ്പൊ കാര്യമായിട്ട് മനസ്സിലായി കാണുമല്ലോ എല്ലാവർക്കും എങ്ങനെയാണ് നമ്മൾ ടേംസുകളെ എടുത്ത് എഴുതുന്നതെന്നുള്ളത്. നമുക്കിപ്പോ ഒരു ക്വസ്റ്റ്യൻ തന്നു കഴിഞ്ഞാല് ഇപ്പം എന്താ പറയാ, ക്വസ്റ്റ്യനില് 4x + 2y + 5 ഇത് എത്ര ടേംസ് ആണ് എന്ന് നമ്മളെടുത്ത് എഴുതാൻ പറഞ്ഞു കഴിഞ്ഞാൽ എഴുതുന്ന രീതി എങ്ങനെയാണെന്ന് മനസ്സിലായല്ലോ ഇപ്പൊ എല്ലാവർക്കും. എന്താണ് ഞാൻ പറഞ്ഞു തന്നത്? അഡിഷൻ സൈനും സബ്ട്രാക്ഷൻ സൈനും വരുമ്പോൾ ടേംസുകൾ തമ്മിൽ എന്താകും? സെപ്പറേറ്റ് ആകും. എന്നാൽ ഡിവിഷൻ സൈനും മൾട്ടിപ്ലിക്കേഷൻ സൈനും വരുമ്പോൾ ടേംസുകൾ തമ്മിൽ എന്താകില്ല? സെപ്പറേറ്റ് ആകില്ല. ക്ലിയർ? അപ്പൊ ഇവിടെ ഞാൻ അങ്ങനെ ആകുമ്പോൾ ഞാൻ ചോദിക്കാം, ഈ ക്വസ്റ്റ്യനിൽ എത്ര ടേംസ് ആണ് ഉള്ളത്? ഈസി അല്ലേ ചെയ്യാനായിട്ട്? ഞാൻ പറഞ്ഞു തന്നു അഡിഷൻ സൈൻ വരികയാണെങ്കിൽ ടേമുകൾ തമ്മിൽ സെപ്പറേറ്റ് ആകുമെന്ന്. സോ ഇത് നോക്കിക്കേ, ഇതപ്പോ ഒരു ടേം, ഇത് അടുത്ത ടേം, ഇത് 5 മൂന്നാമത്തെ ടേം. അപ്പൊ നമുക്ക് എന്തെന്ന് പറയാം? ഇവിടെ മൊത്തം 3 ടേംസ് ഉണ്ടെന്ന് നമുക്ക് പറയാം. കണ്ടോ? ഇപ്പൊ ഈസി അല്ലേ? ഇപ്പൊ മനസ്സിലാക്കാൻ സാധിച്ചോ ഇതൊക്കെ എങ്ങനെയാ ചെയ്യുന്നേന്നുള്ളത്? അപ്പൊ ഞാൻ വേറൊരു ക്വസ്റ്റ്യൻ എഴുതാം. 2x - 3y + 4z. അപ്പൊ ഇവിടെ എത്ര ടേംസ് ഉണ്ടെന്ന് വെച്ചാൽ നമുക്ക് എങ്ങനെ പറയാം? ഇത് 1, ഇത് അടുത്ത 2, ഇത് അടുത്തത് 3. കണ്ടോ? കാരണം പ്ലസും മൈനസും വന്നു കഴിഞ്ഞാൽ ടേംസുകൾ തമ്മിൽ സെപ്പറേറ്റ് ആവും. ഇത് ഒരെണ്ണമായിരുന്നു, മൈനസ് വന്നു കഴിഞ്ഞപ്പോഴത്തേക്ക് അതെന്തായി? അടുത്ത ടേം ആയിട്ട് മാറി. അടുത്ത പ്ലസ് വന്നപ്പോഴത്തേക്ക് അടുത്ത ടേം ആയിട്ട് മാറി. അപ്പൊ ഇവിടെ മൊത്തം എത്ര ടേംസ് ഉണ്ട്? 3 ടേംസ് ആണ് ഉള്ളത്. ഇപ്പൊ ഈ ഒരു ടോപ്പിക് നിങ്ങൾക്ക് നല്ലതായിട്ട് മനസ്സിലായി കാണുമെന്ന് വിചാരിക്കുന്നു. എന്നാൽ ഈ മൾട്ടിപ്ലിക്കേഷനും ഡിവിഷനും വരുമ്പോഴത്തേക്ക് ടേംസുകൾ തമ്മിൽ എന്താകില്ല? സെപ്പറേറ്റ് ആകില്ല. ക്ലിയർ ആണല്ലോ? അപ്പൊ ഇനി നമുക്ക് എന്ത് ചെയ്യാം? അടുത്ത ക്വസ്റ്റ്യൻ, അടുത്ത ടോപ്പിക് പഠിക്കാം. അതായത് ഞാൻ പറഞ്ഞ ടേംസിനെ നമ്മൾ ലൈക്ക് ടേംസും അൺലൈക്ക് ടേംസും ആക്കും എന്ന് പറഞ്ഞു. അതെങ്ങനെയാന്ന് നമുക്ക് പഠിക്കാം. For like terms, then unlike terms. അപ്പൊ അതെന്താണെന്നാണ് ഇനി നമ്മൾ പഠിക്കാൻ പോകുന്നത്. എന്താ സംഭവം എന്നറിയാമോ? എക്സ്പ്രഷൻസ് വിത്ത് സെയിം വേരിയബിൾസ്. ഇതിന് കണ്ടീഷൻ ഉണ്ട്. നമ്മൾ ഒരു എക്സ്പ്രഷനെ ലൈക്ക് ടേം എന്ന് വിളിക്കണമെന്നുണ്ടെങ്കിൽ നമുക്ക് കണ്ടീഷൻസ് ഉണ്ട്. എന്തൊക്കെയാണെന്നറിയാം? എക്സ്പ്രഷൻസ് വിത്ത് സെയിം വേരിയബിൾ. സെയിം വേരിയബിൾ ഉള്ള എക്സ്പ്രഷൻ ആയിരിക്കണം. പിന്നെന്തായിരിക്കണം? സെയിം പവറും ആയിരിക്കണം. കണ്ടോ? അപ്പൊ നമ്മൾ എന്താ പഠിച്ചത്? ലൈക്ക് ടേംസ് എന്ന് വെച്ചാൽ എക്സ്പ്രഷൻസ് വിത്ത് സെയിം വേരിയബിൾ ആൻഡ് സെയിം പവർ അല്ലെങ്കിൽ സെയിം എക്സ്പോണൻസ്. അങ്ങനെയുള്ളതിനെയാണ് നമ്മൾ എന്തെന്ന് വിളിക്കുന്നത്? ലൈക്ക് ടേംസ് എന്ന് വിളിക്കുന്നത്. ഇനി പിന്നെ പവർ എന്ന് പറയുന്നത് അല്ലെങ്കിൽ ഞാൻ എക്സ്പോണന്റ് എന്ന് പറയുന്നത് അതെന്താണെന്നാണോ ചിന്തിക്കുന്നത്? അത് പറഞ്ഞുതരാം. ഇപ്പൊ എക്സിന്റെ x² എന്ന് എഴുതിയിരിക്കുക. കണ്ടോ? അപ്പൊ ഇതിലെ ഈ 2 എന്ന് വിളിക്കുന്നതിനെയാണ് നമ്മൾ പവർ അല്ലെങ്കിൽ എക്സ്പോണന്റ് എന്ന് വിളിക്കുന്നത്.
പവറിന്റെ തന്നെ മറ്റൊരു പേരാണ് എക്സ്പോണന്റ്. ക്ലിയർ? ഇനിയിപ്പോ പവറും എക്സ്പോണന്റ് എന്ന് പറയുന്നു. അത് മനസ്സിലാവാതെ ഇരിക്കേണ്ട, പവറിനെ തന്നെ നമ്മൾ എക്സ്പോണന്റ് എന്നും വിളിക്കുന്നത്. ഓക്കെ, അപ്പൊ ഇവിടെ എക്സ് സ്ക്വയർ എന്ന് പറഞ്ഞാൽ അപ്പൊ ഈ മുകളിൽ കിടക്കുന്നതിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? പവർ എന്ന് വിളിക്കുന്നത്. ക്ലിയർ ആണേ? അപ്പൊ ലൈക്ക് ടേംസ് എന്ന് പറയുമ്പോൾ സെയിം വേരിയബിളും ആയിരിക്കണം, സെയിം പവറും ആയിരിക്കണം. അപ്പൊ ഞാൻ എക്സാമ്പിൾ കാണിച്ചു തരാം. ഇവിടെ നോക്കിക്കോളൂ. 4x അതേപോലെ 2x കണ്ടോ? ഇത് ലൈക്ക് ടേംസ് ആണോ അൺലൈക്ക് ടേംസ് ആണോ? തീർച്ചയായിട്ടും ഇത് എന്താണ്? ലൈക്ക് ടേംസ് ആണ്. എങ്ങനെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റി? സെയിം വേരിയബിൾ ആണ് വന്നിരിക്കുന്നത്. അതേ കണക്ക് നമ്മളോട് പറഞ്ഞിട്ടുണ്ട് സെയിം പവറും ആയിരിക്കണോന്ന്. ഇവിടെ ഒന്നും ഇല്ലാന്നുണ്ടെങ്കിൽ എന്താ അതിന്റെ അർത്ഥം? 1 ഉണ്ടെന്നാണ് അർത്ഥം അല്ലേ? അപ്പൊ രണ്ടിടവും പവർ എന്താ വന്നിരിക്കുന്നത്? 1 ആണ് വന്നിരിക്കുന്നത്. അപ്പൊ തീർച്ചയായിട്ടും ഇതെന്താണ് സംഭവം? ലൈക്ക് ടേംസ് ആണ്. മനസ്സിലായോ? അപ്പൊ നിങ്ങൾ ചോദിക്കും, മിസ്സേ ദേ ഇവിടെ 4 കിടക്കുന്നു, ദേ ഇവിടെ 2 കിടക്കുന്നു, അപ്പൊ എങ്ങനെയാ ലൈക്ക് ടേംസ് ആവുന്നേന്ന്? നമ്മൾ എന്താ നോക്കാൻ പറഞ്ഞിരിക്കുന്നത്? സെയിം വേരിയബിൾ ആണോന്നും സെയിം പവർ ആണോന്നോ നോക്കാൻ പറഞ്ഞിരിക്കുന്നത്. ഞാൻ നമ്പർ നോക്കാൻ പറഞ്ഞില്ലല്ലോ. അപ്പൊ ഇവിടെ നമ്മൾ നമ്പർ ശ്രദ്ധിക്കേണ്ടുള്ള കാര്യമില്ല. അത് ചിലപ്പോൾ 6 ആവാം, 7 ആകാം, 8 ആകാം, എന്തോ ആയിക്കൊള്ളട്ടെ. നമ്മൾ ആ നമ്പറിന് ശ്രദ്ധിക്കേണ്ട. നമ്മൾ എന്തൊക്കെയാ ശ്രദ്ധിക്കേണ്ടുള്ളത്? വേരിയബിൾസ് സെയിം ആണോ എന്ന് നോക്കണം, പവറും സെയിം ആണോ എന്ന് നോക്കണം. ഈ 2 കാര്യങ്ങൾ സെയിം ആണെന്നുണ്ടെങ്കിൽ അപ്പോഴേ ഉറപ്പിച്ചു ഇത് എന്താണെന്ന്? ലൈക്ക് ടേംസ് ആണെന്ന്. ഞാൻ വേറൊരു എക്സാമ്പിൾ കാണിച്ചു തരാം. ലൈക്ക് ടേംസിന്റെ തന്നെയുള്ള മറ്റൊരു എക്സാമ്പിൾ. ഓക്കെ, 2xyz അതേപോലെ കിടക്കുന്നു 8yz. അയ്യോ ഇവിടെ സ്ഥലമല്ല, നമുക്കൊന്നും കൂടി ഒന്ന് എഴുതാം. 2xyz അതേപോലെ കിടക്കുന്നു 8zYX ഇങ്ങനെ കിടക്കുക. എന്നിട്ട് നമ്മളെടുത്ത് ചോദിച്ചിരിക്കുകയാണ് ഇത് ലൈക്ക് ടേം ആണോ എന്നുള്ളത്. തീർച്ചയായിട്ടും എന്ത് തന്നെയാ? ലൈക്ക് ടേം തന്നെയാ. അപ്പൊ ഒരു ഡൗട്ട് വരും, അതെങ്ങനെ മിസ്സേ? ഇവിടെ XYZ എന്നാണല്ലോ, ഇവിടെ ZYX എന്നാണല്ലോ കിടക്കുന്നത്, അപ്പൊ എങ്ങനെയാ അത് ലൈക്ക് ടേംസ് ആവുന്നേന്ന്? തീർച്ചയായിട്ടും ലൈക്ക് ടേംസ് തന്നെയാണ്. ഇവർ പൊസിഷൻ മാറിക്കിടന്നു എന്ന് പറഞ്ഞിട്ട് ആൾക്കാർ മാറിപ്പോകുന്നുണ്ടോ? അതായത് നിങ്ങൾ ബെഞ്ചിൽ എങ്ങനെ ഇരിക്കുക, ഇപ്പൊ ഇവിടെ എന്താ പറയുന്നേ, ഇപ്പൊ ഞാൻ ഇരിക്കുന്നു, എൻ്റെ അടുത്ത് എൻ്റെ മകൾ ഇരിക്കുന്നു, അടുത്തത് എൻ്റെ അടുത്ത് എൻ്റെ മോൻ ഇരിക്കുന്നു. കുറച്ചു നേരം കഴിഞ്ഞപ്പോഴത്തേക്ക് എൻ്റെ മോൻ ഫസ്റ്റ് വന്നിരുന്നു, പിന്നെ എൻ്റെ മോളിരുന്നു, പിന്നെ ഞാൻ ഇവിടെ ലാസ്റ്റ് ഇരുന്നു. ഓക്കെ, ഇങ്ങനെ ഇരുന്നു എന്ന് പറഞ്ഞിട്ട് ഞങ്ങൾ ആൾക്കാർ മാറുന്നുണ്ടോ? ഇല്ലല്ലോ. ഇവിടെ ഇരുന്നതും ഞാനും എൻ്റെ 2 മക്കളുമാണ്. ഇപ്പുറത്തിരുന്ന് പൊസിഷൻ ഒന്ന് മാറിയിരുന്നതും ആരൊക്കെ തന്നെയാണ്? ഞാനും എൻ്റെ 2 മക്കളും തന്നെയാണ് ഇങ്ങോട്ട് മാറിയിരുന്നത്. അപ്പൊ എന്താണ്? ഞങ്ങൾ സെയിം തന്നെ അല്ലേ? ഞങ്ങൾ വേറെ വല്ലവരും ആണോ? അല്ലല്ലോ. അതേപോലെ തന്നെ ഇവിടെയും ദേ നോക്കേ, ഇവിടെയും എക്സ് ഉണ്ട്, ഇവിടെയും എക്സ് ഉണ്ട്, ഇവിടെയും വൈ ഉണ്ട്, ഇവിടെയും വൈ ഉണ്ട്, ഇവിടെ ഇസഡ് ഉണ്ട്, ഇവിടെയും ഇസഡ് ഉണ്ട്. കണ്ടോ? അപ്പൊ ഇതെന്താണ്? സെയിം തന്നെയാണ്. ഒന്ന് പൊസിഷൻ മാറിയിരുന്നു എന്നൊന്നും വിചാരിച്ചിട്ട് അത് വേറെ ടേം ആയിട്ടോ ഒന്നും മാറില്ല. ഓക്കെ, ക്ലിയർ? ആൾക്കാർ ഒരേപോലത്തെ തന്നെ ഇരുന്നാൽ മതി. ഇവിടെയും XYZ എന്ന് പറയുന്ന ആൾക്കാർ വേരിയബിൾസ് തന്നെയായിരുന്നു ഉണ്ടായിരുന്നത്, ഇവിടെയും തന്നെയുള്ളത് XYZ തന്നെയാണ്. അങ്ങോട്ടും ഇങ്ങോട്ടും ഒന്ന് മാറിയിരുന്നു എന്നുള്ളത് മാത്രമേ ഉള്ളൂ. അപ്പൊ അങ്ങനെ ആയി എന്ന് പറഞ്ഞിട്ട് ലൈക്ക് ടേംസ് അല്ലാണ്ടാവില്ല. ക്ലിയർ ആണല്ലോ? ഓക്കെ, ഇപ്പൊ ലൈക്ക് ടേംസ് മനസ്സിലായല്ലോ. ഇനി നമുക്ക് അൺലൈക്ക് ടേംസ് എന്താണെന്ന് നോക്കാം. ഓക്കെ, അപ്പോൾ നമ്മൾ ഈ ലൈക്ക് ടേം അൺലൈക്ക് ടേംസിനകത്തോട്ട് പോണതിന് മുമ്പ് ഒരു കാര്യം കൂടി പറഞ്ഞു തരാനുണ്ടായിരുന്നേ. അതും കൂടി ക്ലിയർ ചെയ്തിട്ട് നമുക്ക് അൺലൈക്ക് ടേംസിനകത്തോട്ട് പോവാം. വേറെ ഒന്നുമല്ല കേട്ടോ. അതായത് 2xyz then 5x2yz. ഓക്കെ, ഇത് ലൈക്ക് ടേം ആണോ അൺലൈക്ക് ടേം ആണോ? എന്തായിരിക്കും ആൻസർ? ചിലപ്പോൾ നമ്മൾ ഇങ്ങനെ വെപ്രാളത്തിൽ നോക്കുമ്പോഴത്തേക്ക് നമ്മൾ നേരെ ആൻസർ ആയിട്ട് ലൈക്ക് ടേം എന്നങ്ങ് എഴുതി വെക്കും. എന്നാൽ ഇത് ശരിക്കും ലൈക്ക് ടേം ആണോ? അല്ല. എന്തുകൊണ്ടാണ് ഇത് ലൈക്ക് ടേംസ് അല്ലാത്തത്? അതായത് നിങ്ങൾ നോക്കുമ്പോൾ ദേ എക്സ് ഇവിടെയും ഉണ്ട്, ഇവിടെയും ഉണ്ട്, വൈ ഇവിടെയും ഉണ്ട്, ഇവിടെയും ഉണ്ട്, ഇസഡ് ഇവിടെയും ഉണ്ട്, ഇവിടെയും ഉണ്ട്. അപ്പൊ നിങ്ങൾ നോക്കുമ്പോൾ സെയിം വേരിയബിൾസ് കിടക്കുന്നത് കണ്ടു. സോ നിങ്ങൾ എന്താ വിചാരിക്കുന്നത്? ഇത് ലൈക്ക് ടേംസ് ആയിരിക്കുന്നു. പക്ഷെ നമുക്ക് ഒരു കണ്ടീഷനും കൂടി പറയുന്നുണ്ട്. എന്താണ്?
സെയിം പവറും ആയിരിക്കണോന്ന് അല്ലേ? അത് നമ്മൾ ശ്രദ്ധിക്കേണ്ടുള്ള ഒരു കാര്യം, മെയിൻ കാര്യമാണ് അതെന്ന് പറയുന്നത്. ഇവിടെ നോക്കിക്കേ, എക്സിന്റെ ഇവിടുത്തെ പവർ എന്താണ്? ഒന്നുമില്ലെങ്കിൽ ഞാൻ പറഞ്ഞു തന്നിട്ടുണ്ട്, മുകളില് 1 ഉണ്ടെന്ന് ഞാൻ പറഞ്ഞു തന്നിട്ടുണ്ട് അല്ലെ? അപ്പൊ ഇവിടുത്തെ എക്സിന്റെ പവർ എന്ന് പറയുമ്പോൾ 1 ആണ്. ഇവിടെ നോക്കിക്കേ, എക്സിന്റെ പവർ എന്താ കിടക്കുന്നത്? 2. അപ്പൊ ഡിഫറെന്റ് പവേഴ്സ് അല്ലേ കിടക്കുന്നത്? അപ്പൊ ഇത് ലൈക്ക് ടേംസ് ആണോ? അല്ലല്ലോ. പിന്നെ എന്താണ് ഇത്? അൺലൈക്ക് ടേംസ് ആണ്. അപ്പൊ ക്ലിയർ ആയോ? അപ്പൊ 2 കാര്യങ്ങളും നമ്മൾ ശ്രദ്ധിക്കണം. സെയിം വേരിയബിൾ ആണോ എന്ന് നോക്കണം, സെയിം പവർ ആണോ എന്ന് നോക്കണം. അപ്പൊ ക്ലിയർ ആയല്ലോ. ഇനി നമുക്ക് അൺലൈക്ക് ടേംസ് പഠിക്കാം. ഓക്കെ, ഇനി അൺലൈക്ക് ടേംസ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എക്സ്പ്രഷൻസ് വിത്ത് ഡിഫറെന്റ് വേരിയബിൾസും ആയിരിക്കും. അതോടൊപ്പം പിന്നെ എന്തുവാണ്? ഡിഫറെന്റ് വേരിയബിൾസ് ഉള്ളതിനെ നമ്മൾ എന്തെന്ന് വിളിക്കും? അൺലൈക്ക് ടേംസ് എന്ന് വിളിക്കുക, അങ്ങനെയുള്ള എക്സ്പ്രഷൻസിനെ. ഇനി അതുപോലെ തന്നെ വേറൊരു കണ്ടീഷനും കൂടി ഉണ്ട്. എന്താണ്? സെയിം വേരിയബിളും ആയിരിക്കും, പക്ഷെ എന്തായിരിക്കും? വിത്ത് ഡിഫറെന്റ് എക്സ്പോണൻസ് ആയിരിക്കും, അല്ലെങ്കിൽ എക്സ്പോണൻസ് അല്ലെങ്കിൽ പവർ. നമുക്ക് പവറിനെ യൂസ് ചെയ്യാം. വിത്ത് ഡിഫറെന്റ് പവർ. കണ്ടോ? സെയിം വേരിയബിൾസ് ആയിരിക്കും കിടക്കുന്നത്, പക്ഷെ അതിന്റെ പവർ എന്തായിരിക്കും? ഡിഫറെന്റ് ആയിരിക്കും. അപ്പൊ അങ്ങനെയുള്ളതിനെ നമ്മൾ എന്താണ് വിളിക്കുന്നത്? അൺലൈക്ക് ടേംസ്. അപ്പൊ ക്ലിയർ ആയിട്ട് മനസ്സിലായി? അതായത് ഡിഫറെന്റ് വേരിയബിൾസ് ഉള്ള എക്സ്പ്രഷൻസിനെ നമ്മൾ എന്തായിരിക്കും വിളിക്കുന്നത്? അൺലൈക്ക് ടേംസ്. അതേപോലെ തന്നെ സെയിം വേരിയബിൾ വന്നിട്ട് പിന്നെന്താണ്? ഡിഫറെന്റ് പവേഴ്സ് വന്നാൽ അതിനെ നമ്മൾ എന്തായിരിക്കും വിളിക്കുന്നത്? അൺലൈക്ക് ടേംസ് എന്നായിരിക്കും വിളിക്കുന്നത്. അപ്പൊ ഇങ്ങനെ പറഞ്ഞു തരുമ്പോൾ ഇച്ചിരി കൺഫ്യൂഷൻ ആയി കാണും. അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം? എക്സാമ്പിൾ വഴി ഒന്ന് നമുക്ക് പഠിക്കാം. ഓക്കെ, ക്ലിയർ? ഇവിടെ ഇപ്പൊ നോക്കിക്കേ, 2x അതേപോലെ 3y. ഇത് ലൈക്ക് ടേം ആണോ അൺലൈക്ക് ടേം ആണോ? തീർച്ചയായിട്ടും ഇത് എന്താണ്? അൺലൈക്ക് ടേം അല്ലെ? എന്തുകൊണ്ടാണ് ഇത് അൺലൈക്ക് ടേം ആയത്? ഞാൻ ആദ്യം പറഞ്ഞു, നമ്മുടെ ഫസ്റ്റ് കണ്ടീഷൻ എന്തായിരുന്നു? ഡിഫറെന്റ് വേരിയബിൾസ് ഉള്ള എക്സ്പ്രഷൻസ് അൺലൈക്ക് ടേംസ് ആയിരിക്കുന്നത്. ഇവിടെ നോക്കിക്കേ, ഇവിടെ എക്സ് ആണ് കിടക്കുന്നത്, ഇവിടെ എന്താണ് കിടക്കുന്നത്? y ആണ് കിടക്കുന്നത്. അപ്പൊ ഡിഫറെന്റ് വേരിയബിൾസ് അല്ലേ? അപ്പൊ ഇത് എന്താണ്? അൺലൈക്ക് ടേംസ്. ഇനി ഇപ്പൊ ദേ അടുത്തത് 2xy, അടുത്തത് 4xy ക്യൂബ്. ഇങ്ങനെയാണ് കിടക്കുന്നത്. ഓക്കെ, അപ്പൊ ഇവിടെ നോക്കിയപ്പോ ഇതേ സെയിം വേരിയബിൾ ആണ്. ഇവിടെ എക്സ് ഉണ്ട്, ഇവിടെയും എക്സ് ഉണ്ട്. അടുത്തത് ഇവിടെ y ഉണ്ട്, ഇവിടെയും y ഉണ്ട്. അപ്പൊ എന്താ വന്നത്? സെയിം വേരിയബിൾ ആണെന്ന് നമുക്ക് ഇതിൽ നോക്കിയപ്പോ മനസ്സിലായി അല്ലേ? സെയിം വേരിയബിൾ ആണെന്ന്. ഇനിയിപ്പോ നമുക്ക് പവർ ഒന്ന് നോക്കാം. ഇതേ ഇവിടെ നോക്കിയപ്പം ഇവിടെ ഒന്നുമില്ലെങ്കിൽ മുകളിൽ 1 ഉണ്ടെന്നാണ് അർത്ഥം. ഓക്കെ, അപ്പൊ ഇവിടുത്തെ പവർ എന്താണ്? 1 ആണ്. ഇവിടുത്തെയും പവർ എന്താണ്? 1 ആണ്. അപ്പൊ അവിടെ സെയിം ആയി. അടുത്ത y നോക്കി, ഇവിടുത്തെ പവർ എന്താണ്? 1 ആണ്. പക്ഷെ ഇവിടുത്തെ പവർ എന്താണ്? 3 ആണ്. അപ്പൊ എന്താ പറ്റിയത്? ഡിഫറെന്റ് പവേഴ്സ് വന്നല്ലേ? സെയിം വേരിയബിൾ ആയിരുന്നു, പക്ഷേ എന്താ വന്നത്? ഡിഫറെന്റ് പവേഴ്സ്. അങ്ങനെയുള്ളതിനെ ഞാൻ എന്തുവാന്നാ പറഞ്ഞു തന്നത്? അൺലൈക്ക് ടേംസ്. മനസ്സിലായോ? അങ്ങനെയുള്ളതിനെ നമ്മൾ വിളിക്കുന്ന പേരെന്താണ്? അൺലൈക്ക് ടേംസ്. കണ്ടോ? ഇപ്പൊ പിടിയിട്ട് എന്താ സംഭവം എന്നുള്ളത്? അപ്പൊ ഡിഫറെന്റ് വേരിയബിൾസ് വന്നാൽ നമ്മൾ അതിനെ എന്തെന്ന് വിളിക്കും? അങ്ങനെയുള്ള എക്സ്പ്രഷൻസിനെ അൺലൈക്ക് ടേംസ്. അതേപോലെ തന്നെ സെയിം വേരിയബിൾ ആയിരിക്കും, എന്നാൽ ഡിഫറെന്റ് പവേഴ്സ് ആയിരിക്കും. അങ്ങനെയുള്ളതിനെ നമ്മൾ എന്തെന്ന് വിളിക്കും? അൺലൈക്ക് ടേംസ്. പിടികിട്ടിയോ? ഇപ്പൊ ലൈക്ക് ടേംസും അൺലൈക്ക് ടേംസും തമ്മിലുള്ള ഡിഫറൻസ് നിങ്ങൾക്ക് മനസ്സിലായി കാണുമല്ലോ. ഇനി ഇപ്പൊ നമുക്ക് അടുത്തത് നമുക്ക് ഈ അടുത്ത എന്താ പഠിക്കാം? നമുക്ക് അടുത്ത ടോപ്പിക് പോളിനോമിയൽ പഠിക്കാം കേട്ടോ. അപ്പൊ ശ്രദ്ധിച്ചിരുന്ന് കേട്ടോളൂ, എന്താണ് നമ്മുടെ ഈ പോളിനോമിയൽ എന്ന്. ഓക്കെ,
അപ്പൊ ഞാൻ അടുത്ത ടോപ്പിക് പഠിപ്പിക്കാൻ പോണത് പോളിനോമിയൽ ആണ്. പോളിനോമിയൽ എന്ന് വെച്ച് കഴിഞ്ഞാൽ അതിന്റെ ഡെഫിനിഷൻസ് പറഞ്ഞു തരുന്നതിന് മുമ്പ് ഞാൻ വേറെ കുറച്ച് കാര്യങ്ങളൊക്കെ പറഞ്ഞുതരാം. എന്നിട്ട് അതിന്റെ ഡെഫിനിഷൻസിലോട്ട് വരാം. കാരണം ഈ പോളിനോമിയൽ ഭയങ്കര കൺഫ്യൂഷൻ ഉണ്ടാക്കുന്ന ഒരു സംഭവം. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളിപ്പോഴും പഠിക്കുന്നത് പോളിനോമിയൽസ് എന്ന് വെച്ചാൽ മോർ ദാൻ 1 ടേംസ് അല്ലെ, അല്ലെങ്കിൽ മോർ ദാൻ 3 ടേംസ്. മിക്കവാറും അങ്ങനെയാണ് നമ്മൾ പഠിക്കുന്നത്. 3 ടേംസിൽ കൂടുതൽ വരുന്ന എല്ലാം അങ്ങ് പോളിനോമിയൽസ് ആണ്. ഇങ്ങനെ ഒരു രീതി മാത്രമാണ് നമ്മൾ പഠിച്ചു വെക്കുന്നത്. അപ്പൊ അതിന് കറക്റ്റ് ആയിട്ടുള്ള ഒരു രീതി നിങ്ങൾക്ക് ഞാൻ പോളിനോമിയൽ എന്താണെന്ന് പറഞ്ഞുതരാം. ഓക്കെ, അപ്പൊ നിങ്ങൾ വ്യക്തമായിട്ട് കേട്ടോണേ. ഈ പോളിനോമിയൽ എന്ന് വെച്ച് കഴിഞ്ഞാൽ മോർ ദാൻ 3 ടേംസ് മാത്രമല്ല കേട്ടോ. അതെങ്ങനെയാണെന്ന് ഞാൻ കറക്റ്റ് ആയിട്ട് പറഞ്ഞുതരാം. അതായത് പോളിനോമിയലിനകത്ത് വരുന്നതാണ് 1 ടേം ഉള്ള നമ്പേഴ്സും നമ്മുടെ പോളിനോമിയലിൽ വരും. അതേപോലെ തന്നെ 2 ടേം ഉള്ള നമ്പേഴ്സും പോളിനോമിയലിൽ വരും. ഓക്കെ, അതേപോലെ 3 ടേംസ് കണ്ടോ, 3 ടേംസ് ഉള്ള നമ്പേഴ്സും എന്തിൽ വരും? പോളിനോമിയലിൽ വരും. അതേപോലെ തന്നെ മോർ ദാൻ 3 ടേംസ് അത് എന്തിനകത്ത് തന്നെ വരും? പോളിനോമിയലിനകത്ത് വരും. അതായത് 3 ടേംസിൽ കൂടുതലുള്ള എത്ര ടേംസ് ഉള്ള നമ്പേഴ്സും എന്തിൽ തന്നെ വരും? പോളിനോമിയലിൽ തന്നെ വരും. അതായത് ഈ 1 ടേം ഉള്ളതായാലും 2 ടേം ഉള്ളതായാലും 3 ടേംസ് ഉള്ളതായാലും മോർ ദാൻ ഇതിൽ കൂടുതൽ ടേംസ് ഉള്ളതാണെന്നുണ്ടെങ്കിലും എന്തിൽ തന്നെയാണ് വരുന്നത്? അതിനെല്ലാം എന്താ തന്നെയാണ് വിളിക്കുന്നത്? പോളിനോമിയലിന് തന്നെയാട്ടോ വിളിക്കുന്നത്. അപ്പൊ ഇപ്പൊ ക്ലിയർ ആയോ സംഭവം? അപ്പൊ ഇപ്പൊ 4x എന്ന് പറഞ്ഞാൽ എന്താണ്? അതൊരു പോളിനോമിയൽ തന്നെയാണ്. അതേപോലെ 4x + 2y ഇതും എന്ത് തന്നെയാണ്? പോളിനോമിയൽ തന്നെയാണ്. അതേപോലെ 4x + 2y + 2z ഇതും എന്ത് തന്നെയാണ്? പോളിനോമിയൽ തന്നെയാണ്. അതേപോലെ 4x + 2y + z + y ഇങ്ങനെ കിടക്കുക, ഇതും എന്ത് തന്നെയാ? പോളിനോമിയൽ തന്നെയാ. ഇതിനകത്ത് 4 ടേംസ് വന്നിട്ടുണ്ട്. അതെന്ത് തന്നെയാ? പോളിനോമിയൽ തന്നെയാണ്. അതായത് ഈ 1 ടേം എന്ന് പറഞ്ഞാലും 2 ടേം എന്ന് പറഞ്ഞാലും 3 ടേം എന്ന് പറഞ്ഞാലും അതിൽ കൂടുതലുള്ള ടേംസ് എന്ന് പറഞ്ഞാലും എല്ലാം ജനറലി നമ്മൾ പറയുന്ന പേര് എന്താണ്? പോളിനോമിയൽ. മനസ്സിലായോ? പോളി എന്ന് വെച്ചാൽ മെനി എന്നാണ് അർത്ഥം. നോമിയൽ എന്ന് വെച്ച് കഴിഞ്ഞാൽ പാർട്സ് എന്നാണ് അർത്ഥം. മെനി പാർട്സ്, അതായത് മെനി ടേംസ് വരുന്ന എക്സ്പ്രഷൻസ് ആണ്. മെനി ടേംസ് വരുന്നതിനെയാണ് നമ്മൾ എന്തെന്ന് വിളിക്കുന്നത്? പോളിനോമിയൽ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ ഇപ്പൊ പിടികിട്ടിയോ എങ്ങനെയാണെന്നുള്ളത്? അല്ലാതെ എന്താ പറയുന്നത്, ഒത്തിരി ടേംസ് ഉള്ള 3ൽ കൂടുതൽ വരുന്ന ടേംസ് മാത്രമാണ് പോളിനോമിയൽ എന്ന് പഠിച്ചു വെക്കാൻ പാടില്ല. ഈ 1 ടേം എന്ന് പറഞ്ഞാലും 2 ടേം എന്ന് പറഞ്ഞാലും 3 ടേം എന്ന് പറഞ്ഞാലും ഇതിനെല്ലാം കൂടി മൊത്തത്തിൽ വരുന്നത് ഏതാണ്? നമ്മുടെ ഹെഡാണ്. ആരെന്ന് പറയുന്നത്? പോളിനോമിയൽ. മനസ്സിലായോ? പക്ഷെ എന്നിട്ട് നമ്മൾ എന്താ ചെയ്യുന്നതെന്ന് അറിയാം. അതായത് ഈ 1 ടേമിനെ നമ്മൾ പേരിട്ട് വിളിക്കും മോണോമിയൽ. കണ്ടോ? ഈ 2 ടേംസ് ഉള്ളതിനെ നമ്മൾ എന്ത് പേരിട്ട് വിളിക്കും? ബൈനോമിയൽ. അടുത്തത് 3 ടേംസ് ഉള്ളതിനെ നമ്മൾ എന്ത് പേരിട്ട് വിളിക്കും? ട്രൈനോമിയൽ. കണ്ടോ? ഇത്രയേ ഉള്ളൂ സംഭവം. അതായത് 1 ടേം ഉള്ളതിനെ നമ്മൾ മോണോമിയൽ എന്ന് വിളിക്കും. പിന്നെ എന്താണ്? 2 ടേംസ് ഉള്ള എക്സ്പ്രഷൻസിനെ നമ്മൾ എന്തെന്ന് വിളിക്കും? ബൈനോമിയൽ എന്ന് വിളിക്കും. 3 ടേംസ് ഉള്ളതിനെ നമ്മൾ എന്തെന്ന് വിളിക്കും? ട്രൈനോമിയൽ എന്ന് വിളിക്കും. ഓക്കെ, അപ്പൊ ഇവർക്ക് ഓരോന്ന് പേര് കൊടുത്തിരിക്കുന്നു എന്നുള്ളത് മാത്രമേ ഉള്ളൂ. ഈ മോണോമിയലും ബൈനോമിയലും ട്രൈനോമിയലും അതിൽ കൂടുതലുള്ളതെല്ലാം എന്തിനകത്താണ് വരുന്നത്? നമ്മുടെ പോളിനോമിയൽ. ഇതിന്റെ ജനറൽ ആയിട്ട് നമ്മൾ പറയുന്ന പേരാണ് എന്തെന്ന് പറയുന്നത്? പോളിനോമിയൽ. അപ്പൊ പോളിനോമിയലിന്റെ ഡെഫിനിഷൻ ഇനി ഞാൻ നിങ്ങൾക്ക് പറഞ്ഞുതരാം. ഓക്കെ, അപ്പോൾ ഞാനിവിടെ എന്താണ് നമ്മുടെ പോളിനോമിയലിന്റെ ഡെഫിനിഷൻ ഒന്ന് എടുത്ത് എഴുതിയിട്ടുണ്ട്. All expressions which have 1 or more terms is called polynomial with non-zero coefficient. കണ്ടോ? അപ്പൊ പോളിനോമിയൽസിന്റെ ഡെഫിനിഷനിൽ പറഞ്ഞിരിക്കുന്ന കാര്യം ഇപ്പൊ നിങ്ങൾക്ക് കൃത്യമായിട്ട് മനസ്സിലായി കാണുമെന്ന് വിചാരിക്കുന്നു. കണ്ടോ? നമ്മളടുത്ത് എന്താ പറഞ്ഞിരിക്കുന്നത്? വിച്ച് ഹാവ് 1 or more terms, ഒന്നോ അതിൽ കൂടുതലോ ടേംസ് ഒക്കെ ഉള്ളതിനെല്ലാം നമ്മൾ എന്താ വിളിക്കുന്നത്?
പോളിനോമിയൽ എന്നാണ്. പിന്നെ എന്താ ഒരു കണ്ടീഷൻ വിത്ത് നോൺ സീറോ കോഫിഷ്യന്റ്, അതിന്റെ കോഫിഷ്യന്റ് 0 അല്ലായിരിക്കണം. ഓക്കെ, ഇനി എന്താ ഈ കോഫിഷ്യന്റ് എന്നായിരിക്കും ഞാൻ പറഞ്ഞുതരാം എന്താണ് കോഫിഷ്യന്റ് എന്ന്. ഇപ്പൊ ഇത്രയും കാര്യങ്ങൾ മനസ്സിലായല്ലോ. പോളിനോമിയൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിനകത്ത് മോണോമിയലും ബൈനോമിയലും ട്രൈനോമിയലും എല്ലാം ഉൾപ്പെടുന്നത് തന്നെയാണ് പോളിനോമിയൽ എന്ന് പറയുന്നത്. അതാണ് ഞാൻ ഇങ്ങനെ തന്നെ നിങ്ങൾക്ക് വരച്ച് കാണിച്ച് തന്നത്. അതിൽ 1 ടേം ഉള്ളതിനെ നമ്മൾ അങ്ങ് മോണോമിയൽ എന്ന് വിളിക്കും, 2 ടേംസ് ഉള്ളതിനെ നമ്മൾ ബൈനോമിയൽ എന്ന് വിളിക്കും, 3 ടേംസ് ഉള്ളതിനെ നമ്മൾ ട്രൈനോമിയൽ എന്ന് വിളിക്കും. ഇത്രയേ ഉള്ളൂ സംഭവം. അപ്പൊ ഇപ്പൊ ക്ലിയർ ആയിട്ട് ആ ഒരു പാർട്ട് മനസ്സിലായി കാണുമല്ലോ. ഇനി ഞാൻ കോഎഫിഷ്യന്റ് എന്താണെന്നും കൂടി പറഞ്ഞുതരാം. കാരണം നോൺ സീറോ കോഎഫിഷ്യന്റ് എന്ന് പറഞ്ഞു ഞാൻ. അപ്പൊ 0 അല്ലാത്ത കോഎഫിഷ്യന്റ് ആണ് വരണ്ടുള്ളതെന്നും പറഞ്ഞു തന്നു. അപ്പൊ കോഎഫിഷ്യന്റ് എന്ന് എന്താണെന്ന് അറിഞ്ഞൂടാത്ത മക്കൾസ് കാണില്ലേ, അവർക്ക് വേണ്ടി ഞാൻ പറഞ്ഞുതരാം. ഇപ്പൊ ഇവിടെ നോക്കിക്കേ, 2z. ഇതിൽ കോഎഫിഷ്യന്റ് ഏതാണെന്ന് ചോദിച്ചാൽ ഏതായിരിക്കും കോഎഫിഷ്യന്റ്? ഈ ഇസഡിന്റെ സൈഡിൽ കിടക്കുന്ന ഈ നമ്പർ ആണ് എന്തെന്ന് പറയുന്നത്? കോഎഫിഷ്യന്റ് എന്ന് പറയുന്നത്. കണ്ടോ കോഎഫിഷ്യന്റ് എന്ന്. അപ്പൊ എന്തോതിനെയാ വിളിക്കുന്നത്? ഈ വേരിയബിളിന്റെ സൈഡിൽ കിടക്കുന്ന ഈ നമ്പറിനെയാണ് നമ്മൾ കോഎഫിഷ്യന്റ് എന്ന് വിളിക്കുന്നത്. മനസ്സിലായോ? അപ്പൊ എന്താണ് സംഭവം എന്നുള്ളത്? അപ്പൊ ഇവിടെ നോൺ സീറോ ആണ് വരേണ്ടത്. അതായത് 0x എന്നൊന്നും വരാൻ പാടില്ല. 0 അല്ലാത്ത നമ്പർ വേണം വരാൻ. അതായത് ഇപ്പൊ 2x അല്ലെങ്കിൽ 3x, ഇങ്ങനെ 3z ഇങ്ങനെയൊക്കെ ഉള്ളതായിരിക്കണം വരേണ്ടുള്ളത്. ഇപ്പൊ പിടികിട്ടിയേ? അപ്പൊ കോഎഫിഷ്യന്റ് എന്താണെന്ന് മനസ്സിലായല്ലോ. അതായത് ഈ വേരിയബിൾസിന്റെ സൈഡിൽ കിടക്കുന്ന ഈ നമ്പേഴ്സ്, ഇതാണ് നമ്മുടെ കോഎഫിഷ്യന്റ് ആയിട്ട് എടുക്കുന്നത്. അപ്പൊ അതും ക്ലിയർ ആയിട്ട് മനസ്സിലായി കാണുമെന്ന് വിചാരിക്കുന്നു. ഇനിയിപ്പോ ഞാൻ മോണോമിയൽ, ബൈനോമിയൽ, ട്രൈനോമിയൽ ഒക്കെ എന്താണെന്നൊന്ന് എളുപ്പത്തിലൊന്ന് പറഞ്ഞുതരാം. അപ്പൊ മോണോമിയൽ എന്ന് പറഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞു തന്നു ഒരൊറ്റ ടേം ഉള്ളതിനെയാണ് നമ്മൾ മോണോമിയൽ എന്ന് വിളിക്കുന്നത്. 4x എക്സാമ്പിൾ അത് തന്നെയാണ്. ഇതെന്താണ്? ഒരൊറ്റ ടേം അല്ലേ ഉള്ളൂ. അപ്പൊ എന്താണത്? മോണോമിയൽ. ഇനിയിപ്പോ ബൈനോമിയൽ എന്ന് വെച്ചാൽ എന്താണ്? 2x minus 4y. കണ്ടോ ഇവിടെ നോക്കിക്കേ എത്ര ടേംസ് ഉണ്ട്? ഇതൊരു ടേം ഞാൻ പറഞ്ഞു തന്നിട്ടുണ്ട്. ഈ പ്ലസും മൈനസും ഒക്കെ വരുമ്പോൾ ടേമുകൾ തമ്മിൽ സെപ്പറേറ്റ് ആവുന്നു. അപ്പൊ ഇതൊരു ടേം. അടുത്ത ഇതെന്താണ്? രണ്ടാമത്തെ ടേം അല്ലെ. ഇത് ഫസ്റ്റ് ടേം, ഇത് സെക്കൻഡ് ടേം. അപ്പൊ ഇവിടെ 2 ടേംസ് വന്നിട്ടില്ലേ? അപ്പൊ 2 ടേംസ് വന്നാൽ നമ്മൾ എന്താണ് പഠിച്ചിട്ടുള്ളത്? ബൈനോമിയൽ. അടുത്ത നമുക്ക് ട്രൈനോമിയൽ പറഞ്ഞുതരാം. അടുത്ത നമ്മുടെ ട്രൈനോമിയൽ. ട്രൈ എന്ന് വെച്ചാൽ 3. അപ്പൊ 3 ടേംസ് ആണ് അതല്ലേ. അപ്പൊ ട്രൈനോമിയൽ. അപ്പൊ നമുക്ക് എങ്ങനെ എഴുതാം? 4x plus 2y minus z. ഓക്കെ, അപ്പൊ ഇതെന്താണ്? ഇവിടെ നോക്കിക്കേ, ഇതൊരു ടേം, ഇത് നമ്മുടെ ഫസ്റ്റ് ടേം, പ്ലസ് വന്നതുകൊണ്ട് ഇത് അടുത്ത ടേം ആയിട്ട് മാറും. അപ്പൊ ഇത് നമ്മുടെ സെക്കൻഡ് ടേം. ഇവിടെ മൈനസ് വന്നപ്പോൾ ഇസഡ് മൂന്നാമത്തെ ടേം ആയിട്ട് മാറി. അപ്പൊ ഇവിടെ മൊത്തം എത്ര ടേംസ് ഉണ്ട്? 3 ടേംസ് ഉണ്ട്. അപ്പൊ 3 ടേംസ് ഉള്ളതിനെ നമ്മൾ എന്താ വിളിക്കുന്നത്? ട്രൈനോമിയൽ. അപ്പൊ ബൈനോമിയലും മോണോമിയലും ബൈനോമിയലും ട്രൈനോമിയലും എന്താണെന്ന് മനസ്സിലായി കാണുമല്ലോ. ഇത്രയേ ഉള്ളു സംഭവം. ഈസി അല്ലായിരുന്നു അത്. ഓക്കെ, ഇനി ഇപ്പൊ അടുത്ത നമ്മൾ പഠിക്കാൻ പോകുന്നതാണ് ഐഡന്റിറ്റീസ്. അതാണ് ഇനി അടുത്തത് നമ്മൾ പഠിക്കാൻ പോകുന്നത്. ഐഡന്റിറ്റീസ് എന്ന് പറയുമ്പോഴത്തേക്ക് a plus b the whole square. ഇവിടെ ഒരു ഫോർമുല ഉണ്ട് പഠിക്കാൻ. എന്താണത്? a square plus 2ab plus b square. ഇതാണ് എന്താണ് ഫസ്റ്റ് ലോ എന്ന് പറയുന്നത്. എന്താണ്? a plus b the whole square is equal to a square plus 2ab plus b square. ഇതിനെ എങ്ങനെയാ ചെയ്യുന്നേ? അയ്യോടാ, ഞാൻ ഇത് പറഞ്ഞിരുന്നതിന് മുമ്പ് ഒരു കാര്യം പഠിപ്പിക്കാൻ വിട്ടുപോയി. അഡിഷനും സബ്ട്രാക്ഷനും മൾട്ടിപ്ലിക്കേഷനും ഒക്കെ ലൈക്ക് ടേംസ് തമ്മിൽ എങ്ങനെയാ ഒക്കെ ചെയ്യുന്നതെന്നുള്ളത് പറഞ്ഞു തരാൻ വിട്ടുപോയി. ഓക്കെ, അപ്പൊ നമുക്ക് ആ ടോപ്പിക്ക് നമുക്ക് പഠിക്കാം. ഈ ഒരു ടോപ്പിക്ക് നമുക്ക് അടുത്ത വീഡിയോയിൽ പഠിക്കാം. ഇല്ലെങ്കിൽ ഈ വീഡിയോയുടെ ലെങ്ത് ഒരുപാട് കൂടി പോകും. ഓക്കെ, അപ്പൊ ഞാൻ അഡിഷൻ ഒന്ന് പറഞ്ഞുതരാം. അഡിഷൻ എങ്ങനെയാ ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ എപ്പോഴും ഓർത്തോണം, നമ്മൾ ലൈക്ക് ടേംസ് തമ്മിൽ
എന്ത് ചെയ്യത്തുള്ളൂ? ആഡും ചെയ്യുള്ളൂ, അതേ കണക്ക് തന്നെ സബ്ട്രാക്റ്റും ചെയ്യുള്ളൂ. ഇത് നമ്മൾ ഓർത്ത് വെച്ചിരിക്കേണ്ടുള്ള ഒരു കാര്യമാണ്. അപ്പോൾ ലൈക്ക് ടേംസ് തമ്മിൽ നമ്മൾ എന്ത് ചെയ്യത്തുള്ളൂ? അഡിഷനും സബ്ട്രാക്ഷനും ചെയ്യുള്ളൂ. ഇത് ഓർത്ത് വെക്കണം. അല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ എക്സസൈസിലൊക്കെ ചെയ്യുമ്പോഴത്തേക്ക് നമുക്ക് തെറ്റിപ്പോകും. അപ്പൊ എന്തൊക്കെ തമ്മിൽ ആഡും സബ്ട്രാക്റ്റും ചെയ്യത്തുള്ളൂ? ലൈക്ക് ടേംസ് തമ്മിൽ. അപ്പൊ ഞാൻ എക്സാമ്പിൾ കാണിച്ചു തരാം. ആദ്യം ഫസ്റ്റ് അഡിഷനിൽ നമുക്ക് ട്രൈ ചെയ്ത് നോക്കാം. അപ്പോൾ ഫസ്റ്റ് വൺ എന്ന് പറയുന്നത് 4x + 2x ഇങ്ങനെ അടയ്ക്കാം. അപ്പൊ നമ്മളെടുത്ത് ആഡ് ചെയ്യാൻ പറഞ്ഞിരിക്കുന്നത് എങ്ങനെ ആഡ് ചെയ്യും? നമ്മൾ ഈ എക്സിന്റെ സൈഡിൽ കിടക്കുന്ന നമ്പേഴ്സ് തമ്മിൽ ആഡ് ചെയ്യണം. അപ്പൊ 4 + 2 എന്ത് കിട്ടും? 6. പിന്നെ എന്താ ഇവിടുത്തെ വേരിയബിൾ എക്സ് കണ്ടോ? അപ്പൊ നമുക്ക് എന്താ കിട്ടിയത് ആൻസർ? 6x. ഇനി ഇപ്പൊ അതേപോലെ തന്നെ 4x - 2x. ഓക്കെ, നമ്മളെടുത്ത് മൈനസ് ചെയ്യാൻ പറഞ്ഞിരിക്കുന്നു. അപ്പൊ നമ്മൾ എങ്ങനെ ചെയ്യും? ഈ 4ഉം 2ഉം കൂടി തമ്മിൽ മൈനസ് ചെയ്യും. അപ്പൊ നമുക്ക് എന്താ കിട്ടുന്നത്? 2. ഇനി ഇവിടുത്തെ വേരിയബിൾ എന്താണ്? എക്സ്. കണ്ടോ? ഇത്രയേ ഉള്ളൂ സംഭവം. ഇനി ഒരു എക്സാമ്പിൾ കൂടി കാണിച്ചു തരാം. 2xy + 3xy + 9xy ഇങ്ങനെ അടയ്ക്കാം. അപ്പൊ നമ്മൾ എങ്ങനെ ചെയ്യും? നമ്മൾ നമ്പേഴ്സ് തമ്മിൽ ആഡ് ചെയ്യണം അല്ലെ? 3 + 2 5, 5 + 9 14. ഇനി എന്തൊക്കെ വേരിയബിൾസ് ആണുള്ളത്? xy. അത് കണ്ടോ? ഇങ്ങനെ എടുത്തങ്ങ് എഴുതി വെച്ചാൽ മതി. ഇപ്പൊ ഇവിടെ കിട്ടിയോ എങ്ങനെയാ ആഡ് ചെയ്യുന്നതിനൊക്കെ ഉള്ളത്? അപ്പൊ ഇവിടെ നമ്മൾ ലൈക്ക് ടേംസ് ആയതുകൊണ്ടാണ് ആഡ് ചെയ്തത്. ഇവിടെ നോക്കിക്കേ, ഇവിടെയും xy, ഇവിടെയും xy, ഇവിടെയും xy. ഇനി ഇപ്പൊ ഇതേപോലെ ക്വസ്റ്റ്യൻ കിടക്കുക. 4x + 2z ഇങ്ങനെ അടക്കിയ ക്വസ്റ്റ്യൻ. അപ്പൊ ഇത് തമ്മിൽ ആഡ് ചെയ്യാൻ പറ്റൂ? ഇല്ല. എന്തുകൊണ്ടാണ്? ഇത് അൺലൈക്ക് ടേംസ് ആണ്. എങ്ങനെ മനസ്സിലായി ഇത് അൺലൈക്ക് ടേംസ് ആണെന്ന്? ഡിഫറെന്റ് വേരിയബിൾസ് ആണ് അല്ലേ? ഒരിടത്ത് എക്സും ഒരിടത്ത് ഇസഡും. അപ്പൊ നമുക്ക് ആഡ് ചെയ്യാൻ പറ്റുമോ? ഇല്ല. അപ്പൊ ഇത് ഇങ്ങനെ തന്നെ എഴുതി അങ്ങ് ഇട്ടേക്കുക, അത്രയേ ഉള്ളൂ. അല്ലാതെ നേരെ അതിന്റെ ആൻസർ ഒന്നും കണ്ടുപിടിക്കാൻ നിൽക്കരുത്. കാരണം അൺലൈക്ക് ടേംസ് തമ്മിൽ ആഡും ചെയ്യില്ല, സബ്ട്രാക്റ്റും ചെയ്യില്ല. അപ്പൊ അത് മനസ്സിലായേ? ഇനിയിപ്പൊ അടുത്തത് മൾട്ടിപ്ലിക്കേഷൻ. ഓക്കെ, അപ്പൊ ഈ മൾട്ടിപ്ലിക്കേഷൻ ആയാലും ഡിവിഷൻ ആയാലും ഒരു കാര്യം മാത്രം നമ്മൾ അറിഞ്ഞിരുന്നാൽ മതി. ഇവിടെ ലൈക്ക് ടേം ഒന്നും അൺലൈക്ക് ടേം ഒന്നുമില്ല. നമുക്ക് നേരെ എന്ത് ചെയ്യാൻ പറ്റും? മൾട്ടിപ്ലൈ ചെയ്യാനും പറ്റും, ഡിവിഷൻ ചെയ്യാനും പറ്റും. അതായത് ഇപ്പം 2x × 4y ഇങ്ങനെ കിടക്കുക. അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം? ഈസി ആയിട്ട് ആദ്യം നമ്പേഴ്സ് തമ്മിൽ ചെയ്യുക. 4 2s are 8. ഇനി എന്തൊക്കെ വേരിയബിൾസ് ഉണ്ട്? എക്സും വൈ. കണ്ടോ? അപ്പൊ മൾട്ടിപ്ലിക്കേഷനിൽ തീർച്ചയായിട്ടും നമ്മൾക്ക് ഇങ്ങനെ ചെയ്യാനായിട്ട് പറ്റും. അതേപോലെ തന്നെ നമ്മുടെ ഡിവിഷനിലും 8x / 4y ഇങ്ങനെ കിടക്കുക. അപ്പൊ നമുക്ക് എങ്ങനെ എഴുതാം? ഇത് രണ്ടും കൂടി ക്യാൻസൽ ആയി പോകും. അപ്പൊ നമുക്ക് എന്താ കിട്ടുന്നത്? 2x / y. കണ്ടോ? ഈസി ആയിട്ട് നമുക്ക് ചെയ്യാവുന്നതല്ലേ ഉള്ളൂ. കാരണം ഇവിടുത്തെ വേരിയബിൾസ് എന്തൊക്കെയാണ്? എക്സ് ആണ്. അടുത്ത വേരിയബിൾ എന്താണ്? y. അപ്പൊ x / ഡിനോമിനേറ്ററിലായിരുന്നു y ഉണ്ടായിരുന്നത്. ഓക്കെ, അപ്പൊ നമ്മൾ ആ y എടുത്ത് ഇങ്ങനെ എഴുതി 2x / y. തീർച്ചയായിട്ടും നമുക്കപ്പം മൾട്ടിപ്ലിക്കേഷനിലും ഡിവിഷനിലും ഡിഫറെന്റ് വേരിയബിൾസ് വന്നു എന്ന് പറഞ്ഞിട്ട് ഒന്നും ഒരു പ്രശ്നവുമില്ല. അത് ലൈക്ക് ആണോ അൺലൈക്ക് ആണോ എന്നൊന്നും നോക്കേണ്ടുള്ള കാര്യമില്ല. നമ്മൾ ജസ്റ്റ് ആൻസർ കണ്ടുപിടിച്ച് എഴുതി വെച്ചാൽ മാത്രം മതി. അപ്പൊ അത് എന്തിലാണ് നമ്മൾ നോക്കേണ്ടുള്ളത്? ലൈക്ക് ടേം ആണോ അൺലൈക്ക് ടേം ഒക്കെ ആണോ എന്ന്? അഡിഷനിലും സബ്ട്രാക്ഷനിലും. എന്തുകൊണ്ടാണ്? അഡിഷനും സബ്ട്രാക്ഷനും എപ്പോഴും ലൈക്ക് ടേംസ് തമ്മിൽ മാത്രമേ ചെയ്യാറുള്ളൂ. അപ്പൊ ക്ലിയർ ആണല്ലോ. അടുത്ത ഞാൻ നേരത്തെ എഴുതിയ a+b² ഒക്കെ അടുത്ത വീഡിയോയിൽ എക്സ്പ്ലെയിൻ ചെയ്ത് തരാം കേട്ടോ. ഒത്തിരി നീളായി പോയി കഴിഞ്ഞാൽ നിങ്ങൾ പഠിക്കില്ല, നിങ്ങൾക്ക് ഭയങ്കര മടിയായിരിക്കും പഠിക്കാനായിട്ട്. അപ്പൊ അതുകൊണ്ട് ഞാൻ എന്ത് ചെയ്യാണ്? ഇതിലങ്ങ് സ്റ്റോപ്പ് ചെയ്യാണ് കേട്ടോ. അപ്പൊ നമുക്ക് നെക്സ്റ്റ് ക്ലാസ്സിൽ ഇതിന്റെ ബാലൻസ് ഉള്ളത് ഞാൻ നിങ്ങൾക്ക് എക്സ്പ്ലെയിൻ ചെയ്ത് തരാം. അപ്പൊ എന്റെ നെക്സ്റ്റ് വീഡിയോക്കായിട്ട് വെയിറ്റ് ചെയ്തോളൂ. ഓക്കെ, അപ്പോൾ ഇന്നത്തെ വീഡിയോ നമുക്കിവിടെ വൈൻഡ് അപ്പ് ചെയ്യാം. അപ്പൊ നെക്സ്റ്റ് ക്ലാസ്സിൽ നെക്സ്റ്റ് ടോപ്പിക്കുമായിട്ട് നമുക്ക് കാണാം.
അപ്പോൾ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കുക. അതോടൊപ്പം തന്നെ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറന്നു പോകരുത്, കമൻറ്റ് ചെയ്യാനും. പിന്നെ എന്താണ് എൻ്റെ വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻസ് ഒക്കെ കിട്ടുന്നതിന് വേണ്ടിയിട്ട് ബെല്ലൈക്കൺ കൂടി ഒന്ന് ഹിറ്റ് ചെയ്തേക്കണേ, മറന്നു പോയില്ലേ ആരും. ഓക്കെ, അപ്പോൾ നമുക്ക് നെക്സ്റ്റ് ക്ലാസ്സിൽ കാണാം. ബൈ സ്റ്റുഡൻസ്.